ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 12 വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ബസ്സിന് പാസഞ്ചർ സീറ്റാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്. ഇതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ കാണാം. ഗൈസ് നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം പുതിയതായിട്ട് മിനിയേച്ചർ ഉണ്ടാക്കുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഗൈസ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഈ 2 സീറ്റും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുമ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇതുപോലെ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു അളവ് വരച്ചെടുക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ വണ്ടിയുടെ അളവ് അനുസരിച്ച് നിങ്ങളുടെ സീറ്റിൻ്റെ അളവ് നോക്കി വരച്ചെടുക്കുക ഗൈസ്. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ അനുസരിച്ചാണ് ഞാൻ ഇവിടെ അളവ് വരച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. ഗൈസ് അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അതിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ വരച്ചെടുത്തതിൽ. അതിന് ശേഷം അത് രണ്ടും കൂടെ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ വെച്ച് ഒന്ന് ഒട്ടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കാം. ഗൈസ് അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ആ ചാരിയിരിക്കുന്നതിൻ്റെ ഭാഗം കുറച്ചൊന്ന് വളച്ച് വെക്കണം ഗൈസ് താഴേക്ക്. അതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ആ ബാക്കിലത്തെ കമ്പിയാണ് ഗൈസ്, അതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ലീഫർ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ അളവ് നോക്കി ഒന്ന് വളച്ച് കൊടുക്കുക ഗൈസ്. അത് ഒരു സൈഡ് ഇങ്ങനെ വളച്ചിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അടുത്ത സൈഡും കൂടെ വളച്ചെടുക്കണം. രണ്ട് സൈഡും വളച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഒന്ന് അളവൊന്ന് വെച്ച് നോക്കുക ഗൈസ്. അതിന് ശേഷം നമ്മൾ ഈ വളച്ച കമ്പി കുറച്ചൊന്ന് താഴേക്ക് ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് താഴേക്ക് ഇങ്ങനെ കൈ വെച്ച് വളച്ച് കൊടുക്കുക ഗൈസ്. ഇപ്പോൾ ഈ ഒരു മോഡലിൽ കിട്ടും ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഇത് ചെയ്യുന്നത് കമ്പി വെച്ചാണ് ഗൈസ്. നമ്മളിവിടെ ലീഫ്ലർ എടുത്തേ ഉള്ളൂ. ഇത് വളച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് ഒട്ടിച്ചാൽ മതി ഗൈസ്. ഞാനിപ്പോൾ ഇട്ട പൊടി ഫോം ഷീറ്റ് തന്നെ നമ്മൾ ഉറച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പൊടിയാണ് ഗൈസ്. അതിട്ടിട്ട് ഒന്ന് പശ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ലീഫ്ലർ ഈ ഫോം ഷീറ്റ് അത്ര ബലത്തിൽ ഒട്ടിയിരിക്കണമെന്ന് നിർബന്ധമില്ല, ഇത് പൊട്ടിപ്പോകും പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഗൈസ്. നമ്മൾ നല്ല രീതിക്ക് തന്നെ പശ വെച്ച് ഇതിൻ്റെ എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കാലുണ്ടാക്കാനാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതൊന്ന് ചുരുട്ടി കൊടുക്കണം. ഗൈസ് അപ്പോൾ പേപ്പർ ഇതുപോലെ ചുരുട്ടി ഒട്ടിച്ചിട്ട് അതിൻ്റെ 2 അറ്റത്തും ഒന്ന് കണ്ടിച്ച് കളയണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സീറ്റിൻ്റെ 4 സൈഡിൽ ഒട്ടിച്ചെടുത്താൽ മതി ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ ചെയ്താൽ മതി ഗൈസ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോയ്ക്ക്. പിന്നെ ചാനലും സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ 4 വശത്തും നമ്മൾ സീറ്റിൻ്റെ കാല് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇതുപോലെ ഒരു കുഞ്ഞു പീസ് എടുത്ത് അതിൻ്റെ ഒരു സൈഡിലെ ആ ഒരു കാലിൻ്റെ നടുക്ക് ഭാഗം നമ്മളിങ്ങനെ ഒരു കുഞ്ഞു പീസ് വെച്ച് ഒട്ടിക്കണം ഗൈസ്. ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവാക്കി നോക്കി കണ്ടിച്ചെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ആ ഒരു കമ്പിയാണ് ഗൈസ്. അതിന് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് ചുരുട്ടി അതിൽ കറക്റ്റ് അളവാക്കി കണ്ടിച്ച് എല്ലാം ഒട്ടിച്ച് വെച്ചാൽ മതി ഗൈസ്.
ഗൈസ് ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വന്ന ആ ഒരു കൈ വെക്കുന്നതിൻ്റെയൊക്കെ ഭാഗമാണ് സൈഡിലത്തെ. അതിന് നമ്മൾ പേപ്പർ എടുത്ത് ചുരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടിട്ടം കണ്ടിക്കുക. അതിന് ശേഷം നമ്മൾ കൈ വെക്കുന്ന ഭാഗത്ത് വെച്ചൊന്ന് അളവ് നോക്കുക ഗൈസ്. അളവ് നോക്കിയതിന് ശേഷം ഇതുപോലെ വളച്ച് ബാക്കിയുള്ള ഭാഗം കണ്ടിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ വെച്ച് നിങ്ങൾ ഒട്ടിച്ചാൽ മതി. കറക്റ്റ് നേരെയാക്കിയൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ അതിൻ്റെ മേളിൽ ഒരു പീസും കൂടെ വരുമല്ലോ, അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുഭാഗം വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക ഗൈസ്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ വളച്ചു കൊടുക്കുക. ഇതുപോലെ വളച്ചു കൊടുക്കുക ഗൈസ്. അതിനുശേഷം ഇതിൻ്റെ മണ്ട ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ പശ വെച്ച് ഒട്ടിച്ചാൽ മതി. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു സീറ്റിൻ്റെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഗൈസ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലെ സീറ്റാണ്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഒട്ടിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റേ ഫോം ഷീറ്റിനേക്കാളും കുറച്ച് അളവ് കുറച്ച് വേണം ഈ ഫോം ഷീറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ മറ്റേ ഫോം ഷീറ്റ് 5 സെൻറ്റിമീറ്റർ നീളമാണെങ്കിൽ ഇതൊരു 4 സെൻറ്റിമീറ്ററോ 3.5 സെൻറ്റിമീറ്ററോ എടുത്താൽ മതി ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ സെയിം രീതിക്ക് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ലീഫർ വെച്ചാണ് ബാക്കിലെ ഭാഗം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ കാല് സെറ്റ് ചെയ്യുന്ന പേപ്പർ ചുരുട്ടി കട്ട് ചെയ്താണ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിനിയേച്ചറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമ്മളത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മൾ ഈ ബസ്സിൻ്റെ ഓരോ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം പുതിയതായിട്ട് ഇതിലേക്കൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഗൈസ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഗൈസ് നമ്മളപ്പോൾ സീറ്റിൻ്റെ പണി തീർത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആ സാൻഡ് പേപ്പർ ഇട്ട് അതിൻ്റെ 4 മൂലയും ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി ഗൈസ്. നമ്മളിപ്പോൾ പെയിൻറ്റ് അടിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെ ഈ സീറ്റ് എങ്ങനെയാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പിട്ട് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി ഗൈസ്. നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം ഗൈസ്. ബൈ.